വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണവുമായി SNDP മുൻ ഡയറക്ടർ ബോർഡ് അംഗം അമ്പലത്തറ ചന്ദ്രബാബു. നിർധനരായ സമുദായങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വിദേശത്തു നിന്ന് പിരിച്ചെടുത്ത കോടികൾ വെള്ളാപ്പള്ളി സ്വന്തം കീശയിലാക്കിയതായി ചന്ദ്രബാബു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് സ്വാമി തന്നോട് പറഞ്ഞിരുന്നതായും ചന്ദ്രബാബു പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തി. വേണ്ടി സമുദായാംഗങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിൽ ബാക്കി വന്ന 75 ലക്ഷം രൂപ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ ആദ്യമായി പ്രശ്നമുണ്ടായത്. പണം വെള്ളാപ്പള്ളി സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് സ്വാമി ചോദ്യം ചെയ്തു. മിച്ചം വന്ന ഫണ്ട് എന്തു ചെയ്തു എന്ന് സ്വാമി ചോദിച്ചപ്പോൾ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ അക്കൗണ്ടിൽ കൊല്ലത്ത് ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്നുള്ള പൈസ SN കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് വളരെ നിഷ്കർഷിച്ച് തന്നെ സ്വാമി പറഞ്ഞു. അവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസത്തിന് തുടക്കമായി. പിന്നീടാണ് ഇരുവരും ഒന്നിച്ച് വിദേശത്ത് പോകുന്നതും നിർധനരായ സമുദായാംഗങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പണം പിരിക്കുന്നതും. 6 കോടി രൂപയോളം പിരിച്ചെടുത്തു. എങ്കിലും ഇതും വെള്ളാപ്പള്ളി സ്വന്തം പോക്കറ്റിലാക്കിയെന്ന് ചന്ദ്രബാബു പറയുന്നു. ഏതാണ്ട് 6 കോടി രൂപ കളക്ട് ചെയ്തെടുത്തു. ആ കളക്ട് ചെയ്തെടുത്ത പൈസ എന്തുദ്ദേശത്തിലോടുകൂടിയാണോ കളക്ട് ചെയ്ത് അതിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് സ്വാമി ആവശ്യപ്പെടുകയും അതിന് പ്രത്യേക ചില സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു തർക്കമുണ്ടായി. അവിടെ വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നതും സ്വാമി നേരത്തെ ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരത്ത് വന്നതും. സ്വാമി വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഇനി എന്തായിരുന്നാലും വെള്ളാപ്പള്ളി നടേശനെ ഈ ഒരു ടേണോടുകൂടി തീർന്നു, ഇനി അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞെന്ന്. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രീതാത്മാനന്ദന്റെ തിരോധാനം അന്വേഷിക്കണമെന്ന് ശിവഗിരി SNDP യൂണിയൻ സ്ഥാപക പ്രസിഡന്റ് PK വിദ്യാധരനും ആവശ്യപ്പെട്ടു. സ്വാമിയുടെ തിരോധാനത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്നും അദ്ദേഹം പീപ്പിളിനോട് വെളിപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, അനുദിനം ഓരോരോ തെളിവുകൾ വെള്ളാപ്പള്ളി നടേശനും SNDPയെ ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് തെളിവുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ചന്ദ്രബാബു നിർണായകമായ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നത്. ഗൾഫിൽ നിന്നും പിരിച്ച കോടികളും വെള്ളാപ്പള്ളി നടേശൻ സ്വന്തമാക്കി. സ്വാമിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നു അന്നു മുതൽ വെള്ളാപ്പള്ളിയോട്. തീർച്ചയായും അജിംഷാദ്, നേരത്തെ വെള്ളാപ്പള്ളിയോടൊപ്പം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വലങ്കയ്യൊക്കെയായി പ്രവർത്തിച്ചിരുന്നവരിൽ പലരും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പല കാലഘട്ടങ്ങളിൽ അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞവർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഴിമതി കണ്ട് മടുത്തവരാണ് പലരും. തെറ്റിപ്പിരിഞ്ഞവരാണ് ഇപ്പോൾ പല വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്താൻ ഒരുപക്ഷെ അവർക്ക് ഭയമായിരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാവണം അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാതിരുന്നത്. അമ്പലത്തറ ചന്ദ്രബാബു വെളിപ്പെടുത്തുന്നത് SN കോളേജിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ പണം പിരിച്ചിരുന്നു. ഇതിൽ 75 ലക്ഷത്തോളം രൂപ ബാക്കി വന്നു. ഈ പണം വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇത് ശാശ്വതീകാനന്ദ സ്വാമി ചോദ്യം ചെയ്തു. ശാശ്വതീകാനന്ദ സ്വാമിയോട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കടുത്ത അസംതൃപ്തി ഉടലെടുത്തിരുന്നു. പിന്നീട് സ്വാമി ഈ പണം SN കോളേജിൻ്റെ തന്നെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അത് മാറ്റാൻ വെള്ളാപ്പള്ളി നിർബന്ധിതനാവുകയും ചെയ്തു. ഇത് വെള്ളാപ്പള്ളിക്ക് സ്വാമിയോട് ഉള്ള കടുത്ത എതിർപ്പിന്, പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പിന്നീടാണ് ഇരുവരും വിദേശത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് നിർധനരായിട്ടുള്ളവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി സ്വാമി തയ്യാറാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്തെ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പണം പിരിച്ചെടുത്തത്. ഏതാണ്ട് 6 കോടി രൂപയോളം പിരിച്ചെടുത്തു എന്നാണ് ചന്ദ്രബാബു വ്യക്തമാക്കുന്നത്. ഇത് ചന്ദ്രബാബുവിനും വ്യക്തമായി അറിവുള്ളതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അദ്ദേഹവും ഈ പണം പിരിക്കുന്നതിന് ഒപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം പിരിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ പിരിച്ചെടുത്ത പണം യഥാർത്ഥത്തിൽ നിർധനരായവർക്ക് വീട് വെച്ച് നൽകാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ല. സ്വാമിയും വെള്ളാപ്പള്ളിയും തമ്മിൽ വലിയ വാക്കുതർക്കത്തിന് ഇത് ഇടയാക്കി എന്നാണ് ചന്ദ്രബാബു വ്യക്തമാക്കുന്നത്. ഇക്കാര്യം ചന്ദ്രബാബുവിനോട് സ്വാമി തന്നെ പറഞ്ഞിരുന്നതായും അദ്ദേഹം പീപ്പിളിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ആണ് തൻ്റെ സ്വകാര്യ സംഭാഷണത്തിൽ തന്നോട് സ്വാമി വെളിപ്പെടുത്തിയത്, അടുത്ത ഈ ടേം കൂടി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള തീരുമാനം ആണ് ഉള്ളത്. ഇനിയും ഇത്തരത്തിൽ വെച്ചുകൊണ്ട് പോകാൻ കഴിയുകയില്ല, വെച്ചുപൊറിപ്പിക്കാൻ കഴിയുകയില്ല എന്ന നിലയിൽ തന്നോട് അദ്ദേഹം വെളിപ്പെടുത്തിയതായും ചന്ദ്രബാബു പറയുന്നുണ്ട്. ഇത് വെള്ളാപ്പള്ളിക്ക് ശാശ്വതീകാനന്ദ സ്വാമിയോട് കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് മാനസികമായി വെള്ളാപ്പള്ളി കടുത്ത എതിർപ്പിലായിരുന്നു സ്വാമിയോട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അജിംഷാദ്.